You like cold, cold water on my skin, slowly seeping in. Help me to walk my way back down. Oh, familiar song, words that guide me home. I cannot remember the sirens ringing out, but I can taste the bitter night. A cold surrender, the fire's fading now, but I still see it in your eyes. Can you keep me safe when the world is not the same? When the clouds begin to change, keep me safe. Can you keep me warm through the passing of the storm? When the signs begin to say that it's too late, can you keep me safe? Solemn indecision, a stirring in my soul. Darkened thoughts we try to hide. Forgotten summer, a memory losing hold. You set the peace inside my mind. Can you keep me safe when the world is not the same? When the clouds begin to change, keep me safe. Can you keep me warm through the passing of the storm? When the signs begin to say that it's too late. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ വലിയ മംഗളകർമ്മങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക് ഈ ഭവനം സാക്ഷ്യം വഹിക്കുവാനായിട്ട് പോവുകയാണല്ലോ. നമുക്കൊരു നിമിഷം നിശബ്ദരാകാതെ അവരോട് പ്രാർത്ഥനയ്ക്കുള്ള അവസരം കയറിക്കും കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട ജോണി ചേട്ടനും റീന ചേച്ചിയും ഒരു വലിയ താല്പര്യത്തോടെ അവർ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഭവനം പണിതിരിക്കുകയാണ്. പ്രിയപ്പെട്ട രണ്ട് മക്കൾ ജെറിനെയും റെജിനെയും സന്തോഷത്തോടെ ഓർമ്മിക്കുന്നു. ഈ കുടുംബം വഴിയായിട്ട് നമ്മുടെ ഇടവാസമൂഹത്തിൽ ലഭിക്കുന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ഭവനം ഇപ്പോൾ
വെഞ്ചരിച്ച് കർത്താവിനെ പ്രതിഷ്ഠിക്കുന്ന സമയമാണ്. അതിനുശേഷം ഉടൻ തന്നെ നമ്മൾ വിവാഹത്തിൻ്റെ തലേദിവസത്തെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കും. നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം ഈ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യം തന്നെ ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ നമ്മൾ നമ്മുടെ ഈ ഭവനത്തിലേക്ക് നമ്മിലേക്ക് സ്വീകരിക്കുകയാണ്. നിലവിളിക്കൽ തിരികൾ തെളിച്ചുകൊണ്ട് അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ജോണിച്ചേട്ടനും ചേച്ചിയോട് ഒരുമിച്ച് കത്തിക്കണം, അമ്മച്ചി കത്തിക്കും, ഇവരോട് കത്തിക്കും. അതിനുശേഷം നമ്മൾ പ്രാർത്ഥന ആരംഭിക്കും. ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ ഈ ഭവനത്തിൻ്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും മാർഗദീപവുമായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അനന്തമായ സ്നേഹത്താൽ മനുഷ്യ സൃഷ്ടിക്കുകയും പർദീസാവിന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനം ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഈ ഭവനത്തെയും ഇതിൽ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയ ശാരീരികവുമായ എല്ലാ വിപത്തിൽ നിന്നും വരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് എഴുതില്ല. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചവിരിച്ച പുൽത്തകടികളിൽ അവിടെ തന്നെ മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ നയിക്കും. അവിടെ തന്നെ കൂടെയുള്ളതിനാൽ മരണത്തെ താഴെ കൂടി നടക്കുവാനും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ഭവനത്തെ അങ്ങയുടെ വാസസ്ഥാനമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമൻ നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന ബോധ്യം ജീവിത ക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ.
എന്നെന്നും ജീവിക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരുടെ കൽപ്പന പാലിക്കുമെന്ന് വിശദമിശുകായി അങ്ങേ വചനം ശ്രവിക്കുവാനും അങ്ങേ തിരുവചനം നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഭവനത്തിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തുന്ന സമയമാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്നും ഈ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഈ കുടുംബാംഗങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങയുടെ വചനത്തെ സർവ്വം സൃഷ്ടിക്കുകയും വചനം തന്നെയായി അങ്ങയുടെ പ്രിയപുത്രൻ രക്ഷകനായി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനം അടങ്ങി വിശുദ്ധ ഗ്രന്ഥം ഇവിടെ പ്രതിഷ്ഠിക്കുന്ന ഞങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ. തിരുവചനം അനുദിനം വായിച്ച് പഠിക്കുവാനും അങ്ങയെ കൂടുതൽ അടുത്തറിയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങയുടെ വചനത്തിൽ ആശ്രയം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തെ അങ്ങയുടെ തിരുവചന സജീവ സാക്ഷിയായി ജീവിച്ച് അവസാനം അങ്ങയെ നേരിട്ട് ദർശിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സഹോദരൻ, പുറപ്പാടിന്റെ പുസ്തകത്തിലുള്ള വായന. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവേൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടപ്പിലാക്കും. ഞാനാണ് കർത്താവ്. കട്ടിളിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ സംഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6 തിരുവചനങ്ങൾ 25 മുതൽ 33 വരെ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിധിക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന് ദൈർഘ്യം ഒരു മുഴുവെങ്കിൽ കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിൽ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഈ വീടൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല.
ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ സ്നേഹപിതാവായ ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് അങ്ങയുടെ സ്നേഹത്തിന് അർഹരാകുവാൻ സ്നേഹപിതാവായ ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ സ്നേഹപിതാവായ ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യം, ദയ, വിനയം, ക്ഷമ തുടങ്ങിയ സുഹൃത്തുക്കൾ അഭ്യസിച്ച് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരെ സഹായിക്കുവാനും അയൽക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും സ്നേഹപിതാവായ ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിത ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തെ അനുകരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ സ്നേഹപിതാവായ ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ ഈ ഭവനത്തെ അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ കുടുംബമാകിയാൽ അങ്ങയുടെ പൈതൃകമായി പരിപാലനയിൽ വരെ സംരക്ഷിക്കണമേ. അങ്ങേ കുടുംബാംഗങ്ങളും മധ്യ എന്നും വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ഭവനമാക്കണമേ. ജീവിതത്തിലെല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. മക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്രിതമാകുന്ന ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമാകട്ടെ. ദൈവമേ നിന്റെ പ്രമിത്രമോഹനം നിന്റെ ഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ നിന്റെ പ്രമിത്രമോഹനം കണ്ണുകൾ നിന്റെ ശോഭ കഴുകി നിൽക്കൂ. കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽക്കൂ. കണ്ണുകൾ നിന്റെ ശോഭ കഴുകി നിൽക്കൂ. കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽക്കൂ. അന്യഭൂമിയിലായിരം ദിനങ്ങളെ അഖിലലോകനായകന്റെ പാദപീഠം തിരുവരങ്ങളൂരിൽ സ്തുതിഗേഹം. അഖിലലോകനായകന്റെ പാദപീഠം തിരുവരങ്ങളൂരിൽ ഈ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാവരെയും നാം ഓരോരുത്തരെയും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏൽപ്പിച്ചൊല്ലാം. ഈശോയുടെ തിരുഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും
ആശീർവദിക്കുകയും ഞങ്ങൾ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേ ഉപദ്രവിക്കിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ തകർന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന് വിപുല ഹൃദയവും മാറിയവസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോ ഹൃദയമേ, മറിയത്തിന് വിപുല ഹൃദയമേ, പിതാവേ, വിശുദ്ധ മാർഗരീത്ത മറിയമേ, വിശുദ്ധ അന്തോനീസേ, കാരുണ്യവാനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുക്കുടുംബത്തിന് മാതൃകയിൽ ഈ കുടുംബം വളർന്നു വരട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നാം എല്ലാവരോടും പ്രത്യേകമായും ഈ കുടുംബത്തിലെ എല്ലാ നിവാസികളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് കർമ്മങ്ങൾ നടത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഒരു കാര്യം, കർമ്മത്തിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ നാളെ ഈ ഒരു കർമ്മം നടത്താതെ ഇന്നത്തേക്ക് മാറ്റിവെച്ചെന്നുള്ളതാണ് നേരത്തെ നടത്തുന്നതിൻ്റെ സന്തോഷം. കാരണം നാളെ ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച മുൻകൂട്ടി കണ്ട് വ്യാഴാഴ്ച തന്നെ വെഞ്ചരിപ്പും ഈ ഒരു കർമ്മവും നടത്തിയതിൽ പ്രത്യേകമായിട്ട് ഞാൻ ആദ്യം അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കും. അപ്പോഴാദ്യം നമ്മുടെ ജോണിച്ചേട്ടൻ മകനെ കുരിശ് വരച്ച് കുരിശ് വരച്ച് ഈ പ്രാർത്ഥന ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുവരുന്ന കർമ്മം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, അങ്ങ് സ്ഥാപിച്ച വിവാഹമെന്ന മനോഹരമായ കൂദാശയിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെറിനെയും നീനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാവേളയിൽ അങ്ങയുടെ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തുടർന്ന് നമ്മുടെ ഈ ഭവനത്തിലെ പ്രത്യേകിച്ച് രണ്ട് കുടുംബങ്ങളിലെയും മുതിർന്ന മാതാപിതാക്കള് ഇവർ രണ്ടുപേരെയും ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കുന്ന സമയമാണ്. മാതാപിതാക്കളുടെ പ്രാർത്ഥന അനുഗ്രഹം മക്കളെ ബലപ്പെടുത്തുന്നു എന്ന പ്രഭാഷക വചനത്തെ ആസ്പദമാക്കിയാണ് ഇവിടെ ഒരു പ്രാർത്ഥന നടത്തുക. ഈ സമയത്ത് നമ്മൾ ജെറിനും ഉണ്ട്, നീനയും ഉണ്ട്. അതുകൊണ്ട് രണ്ടുപേരെ ശിരസിൽ ഒന്ന് ഇവിടെയുള്ള
കുടുംബത്തിലെ മുതിർന്നവർ, 2 കുടുംബത്തിലെ മുതിർന്നവരൊന്ന്, അതുപോലെ റീന ചേച്ചിയുടെ കുടുംബത്തിൽ മുതിർന്നവരൊന്ന് കരങ്ങൾ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നാളെ ഔദ്യോഗികമായ മറ്റു കർമ്മങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബാക്കി എല്ലാവരും ഒന്ന് ശിരസിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ച് പെട്ടെന്ന് പ്രാർത്ഥിച്ചാൽ. ആരാധിക്കുന്നു. നീ കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ മക്കളെ സൃഷ്ടിച്ച് പരിപാലിച്ചു വളർത്തി വിവാഹാന്തസ്സിലേക്ക് ഉയർത്തിരിക്കുകയാണല്ലോ. നിന്റെ അനുഗ്രഹമനുസരിച്ച് സന്തോഷപ്രദവും സമാധാനപൂർണവും മധുരതരവുമായ ജീവിതം നയിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. അബ്രാഹത്തിന് ഇസ്ഹാക്കിന് യാക്കോബിന് ദൈവം നിങ്ങൾക്ക് വഴികാട്ടിയായിരിക്കട്ടെ. ദൈവം നൽകിയ സന്തതികളോട് നീയും നിന്റെ കുടുംബവും തലമുറയും സഭയും അനുഗ്രഹം പ്രാപിക്കട്ടെ. നിന്നിലൂടെ ആരംഭിക്കുന്ന പുതിയ കുടുംബം സമൂഹത്തിന് മാതൃകയായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തുടർന്ന് നമ്മൾ വിശുദ്ധരുടെ മധ്യസ്ഥതയോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേ ഗണമേ. രക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേ ഗണമേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നമുക്ക് തുടർന്ന് കർത്താവിന്റെ വചനം ശ്രവിക്കാം. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 തിരുവചനങ്ങൾ 1 മുതൽ 11 വരെ. മൂന്നാം ദിവസം
ഗലീലിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാർ വിരുന്നിന് ക്ഷണിക്കപ്പെടുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. യഹൂദർ ശുദ്ധീകര കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണിയിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനിയിപ്പോൾ അവരുടെ കലവറക്കാരെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിടുമെന്നും അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. ഈശോമിശിഹ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജെറിൻ, നീന, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങൾ, ഇന്ന് വിവാഹത്തിൻ്റെ തലേ ദിവസം ഈ വചനം വായിച്ചപ്പോൾ ജോൺ ചേട്ടൻ ടെൻഷനൊന്നും അടിക്കേണ്ട. കാരണം ഇത് ഭക്ഷണം കഴിയാത്തതിനെ കുറിച്ച് അങ്ങനെ ഒരു വചന ഭാഗമല്ല. മറിച്ച് ഇതിന് വീഞ്ഞിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, സ്നേഹമെന്ന്. വിവാഹവേളയിൽ ഈ ഒരു വചന ഭാഗം എടുക്കാൻ കാരണം ഇവരാരംഭിക്കുവാൻ പോകുന്ന കുടുംബജീവിതത്തിൽ ഒരിക്കലും സ്നേഹം തീർന്നു പോകുവാനായിട്ട് പാടില്ല എന്നതാണ്. നാളെ കഴിഞ്ഞ് വിശുദ്ധഗ്രന്ഥത്തിൽ കരങ്ങൾ വെച്ചൊരു പ്രതിജ്ഞ എടുക്കും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മരണം വരെ ഒരുമയോടെ ജീവിച്ചു കൊള്ളാമെന്നാണ്. ആ പ്രതിജ്ഞ അഭംഗുരം പാലിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മനുഷ്യരാണ്. ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഉണ്ടാകുമ്പോൾ വചനം കൃത്യമായിട്ട് നമ്മോട് പറയും, പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ചെല്ലാം. മറ്റാരെയും അടുക്കൽ ചെന്നാൽ യഥാർത്ഥ ശാശ്വതമായ സൊല്യൂഷൻ നമുക്ക് കിട്ടത്തില്ല. മറിച്ച് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ജെറിനും നീനും അഭയം പ്രാപിച്ചാൽ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുമെന്നാണ് വചനം നമ്മോട് പറയുക. നമ്മളിത് വേർപിരിഞ്ഞു പോയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ ഒരുമിച്ച് കൂടിയ 60,000-ഓളം വിശ്വാസികളോട് ഒരിക്കൽ, പ്രത്യേകിച്ച് കുടുംബങ്ങളോടാണ് പറഞ്ഞത്. 3 വാക്കുകളാണ് മാർപ്പാപ്പ പറഞ്ഞത്. നമ്മൾ കേട്ടിട്ടുള്ളത്. മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷപ്രദമാകണമെങ്കിൽ 3 കാര്യങ്ങൾ എപ്പോഴും കുടുംബത്തിൽ ഉണ്ടാകണം. 1, ജെറിനൊരിക്കലും ഞാൻ ഈ കുടുംബത്തിന്റെ കുടുംബത്തിന് ഭർത്താവാണ്, അല്ലെങ്കിൽ ജോണി ചേട്ടൻ ഞാൻ ഈ കുടുംബത്തിന്റെ നാഥനാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷന്മാർ എന്ന ആ ധാരണ, നമ്മൾ നാഥൻ തന്നെയാണ് എന്ന ധാരണയാൽ ഒരു കാര്യവും ആജ്ഞാപിക്കാനായിട്ട് പാടില്ല എന്ന് മാർപ്പാപ്പ പറയും. ആജ്ഞയുടെ സ്വരത്തിനപ്പുറം മാർപ്പാപ്പ ഒരു 1-ാമത്തെ വാക്ക്, പ്ലീസ്, ദയവായി അതെനിക്ക് ചെയ്തു തരും. പേടിപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ദയവായി ആ ഒരു എളിമപ്പെടാനായിട്ട്. 2-ാമതായിട്ട് മാർപ്പാപ്പ പറഞ്ഞത്, നമ്മൾ ആരും ഈ ലോകത്ത് തനിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്കും പറ്റത്തില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും പറ്റില്ല. നമ്മളെല്ലാവരും എത്രയോ ആൾക്കാരുടെ സഹകരണങ്ങളെ ജീവിക്കുന്നത്. നമ്മൾ പോലും അറിയാത്ത ആളുകളാണ് നമുക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നത്. മാർപ്പാപ്പ 2-ാമത്തെ കാര്യം, നമ്മളൊരു സമൂഹ ജീവി ആയതിനാൽ താങ്ക്സ് പറയുന്ന ശീലം, നന്ദി പറയുന്ന ശീലം ഉണ്ടാകും. നീന ഒരു ഭക്ഷണപദാർത്ഥം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അത് നന്നായിരിക്കുന്നു എന്ന് പറയാനായിട്ട് ജെറിന് സാധിക്കും. ചിലപ്പോൾ ഇങ്ങനെ താമസിച്ച് കിടന്നുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒന്ന് കരിഞ്ഞു വയ്ക്കും. സാധാരണ പറയാൻ പറ്റണം, നീ ഇന്നലെ താമസിച്ച് കിടന്നുകൊണ്ടായിരിക്കും കരിഞ്ഞു പോയത്, സാരമില്ല എന്ന് പറഞ്ഞ പിറ്റേ ദിവസം ശ്രദ്ധയോടിരുന്ന് കുറച്ചുകൂടി നല്ലതുണ്ടാക്കി. പിന്നെ വേറെ ചില ചേട്ടന്മാരുണ്ട്, കരിഞ്ഞു പോയതിനെ കുറിച്ച് പറയുക മാത്രമല്ല, അടുത്തൊരു ഡയലോഗ്, നീ അയലോക്കത്തെ ആൻസിയെ കണ്ടുപിടിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പോക്ക് പോകുന്ന കാണാം. അപ്പോൾ താങ്ക്സ് പറയുന്ന ശീലം അത് നമ്മുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും വേണം. നമ്മുടെ അമ്മമാർ, പാവപ്പെട്ട അമ്മമാർ, ഇവിടെ ഒത്തിരി അമ്മച്ചിമാരുണ്ടല്ലോ, അതിയാൻ്റെ ഭാവിയിൽ ഒരു നല്ല വാക്ക് കേട്ടിട്ട് ആൾ കുറേ അയച്ചാന്ന് ചേട്ടനെങ്കിലും പറയാം. ചേട്ടന്മാരും പറയാറുണ്ടോ കേട്ടോ, എല്ലാം കഷ്ടപ്പെട്ട് വന്നാലും ഒരു നല്ല വാക്കില്ല. സ്നേഹത്തോടെ ഒന്ന് മുഖത്ത് നോക്കി ഒരു പ്രാവശ്യം വെള്ളം തരികയല്ല. നിങ്ങൾക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ ആവരുത്. നന്ദി പറയുന്ന അതെപ്പോഴും വേണം. കുഞ്ഞു കാര്യമായിട്ട് നന്നായിരിക്കും. ഒരു കൊച്ചു പ്രാർത്ഥന നിങ്ങൾ കൊള്ളാൻ കേട്ടോ, നന്നായിരുന്നു കേട്ടോ. നിന്റെ വസ്ത്രം ധരിച്ചു വരുമ്പോൾ
നന്നായിട്ടുണ്ട് ഈ വസ്ത്രം. ഈ ഷർട്ട് കൊള്ളാം, നന്നായിരിക്കും, രണ്ട് നീലൊക്കെ ധരിച്ചു വന്നിരിക്കും, നന്നായിരിക്കും. മൂന്നാമതായിട്ട് മാർപ്പാപ്പ പറഞ്ഞത് നമുക്ക് തെറ്റ് പറ്റാം. തെറ്റ് സംഭവിക്കുമ്പോൾ അത് കുടുംബജീവിതത്തിൽ മൂടി വെച്ചാൽ, അത് ആരെയും അറിയിക്കാതെ, ഭർത്താവിനെ അറിയിക്കും, ഭാര്യയെ അറിയിക്കാതെ മാറ്റിവെച്ചാൽ ചിലപ്പോൾ അത് അറിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും. മാർപ്പാപ്പ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, അതുകൊണ്ട് തെറ്റ് സംഭവിക്കുമ്പോൾ എനിക്ക് തെറ്റിപ്പോയി, സോറി എന്ന വാക്ക പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ തക്ക വിധം ഹൃദയ വിശാലത നമുക്കുണ്ടാവണം എന്നാണ്. ഈ 3 കാര്യം ഓർമ്മിക്കുക. പ്ലീസ്, താങ്ക്സ്, സോറി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിനോട് അദ്ദേഹത്തിന്റെ വിവാഹത്തിന്റെ 50ാമത്തെ വാർഷിക സമയത്ത് പത്രക്കാർ ചോദിച്ചു, അങ്ങേക്ക് ഇനി ഒരു ആഗ്രഹമുണ്ടെങ്കിൽ 50 വർഷം പൂർത്തിയായല്ലോ, എന്താണ് അങ്ങയുടെ ആഗ്രഹം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഭർത്താവാകണമെന്നാണ് എനിക്ക് ആഗ്രഹം. എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റണം. നീലയ്ക്ക് അങ്ങനെ പറയാൻ പറ്റണം, ജെറിന് അങ്ങനെ പറയാൻ പറ്റണം, റീന ചേച്ചിക്ക് പറയാൻ പറ്റണം, ജോൺ ചേട്ടന് പറയാൻ പറ്റും, ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും പറയാൻ പറ്റും. ഞാനിതൊക്കെ ഒരു പള്ളി പ്രസംഗത്തിന് സമയത്ത് പറഞ്ഞിട്ട് തിരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുക, കല്യാണം കഴിഞ്ഞ് 5-6 വർഷമായിരുന്നു. എൻ്റെ പൊന്നാശ, ഇനി ഏതായാലും ഞാൻ അറിഞ്ഞുകൊണ്ട് അറക്കവാട് നിലനിർത്താൻ പോവുകയാണ്. നിങ്ങൾ അങ്ങനെയല്ല. എനിക്ക് ജെറിനെയാണ് പരിചയമുള്ളത്, ജെറിനെയും ജോണി. ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും ആദ്യം എൻ്റെ അടുത്ത് വന്ന വ്യക്തി ആരെന്ന് ചോദിച്ചത് ജോണിച്ചേട്ടൻ. ഞാനിവിടെ വന്നതിൻ്റെ അന്നും അതിൻ്റെ പിറ്റേ ദിവസം ജോണിച്ചേട്ടൻ. പിന്നെ എനിക്ക് പരിചയം. ഞാൻ ജോണിച്ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു, ജോണിച്ചേട്ടൻ അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്, എന്തെന്നായിക്കോട്ടെ. ജോണിച്ചേട്ടൻ അത് പറഞ്ഞ് ഞാൻ അത് സമയം കഴിഞ്ഞ് ജോണിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ജെറിന് എനിക്ക് ചുരുങ്ങിയ പരിചയമുള്ളൂ, 2-3 പ്രാവശ്യം കണ്ട് നിങ്ങൾ പരിചയം എനിക്ക് ജെറിനുള്ളൂ. രജനിയാണ് ഞാൻ ആദ്യം കണ്ടത്. വളരെ എൻ്റെ അനുഭവം വളരെ നാളൊന്നും പറയാൻ പറ്റാത്തതുണ്ടോ, ശാന്തനായ ചെറുപ്പക്കാരൻ, വളരെ ശാന്തനായ. ഞാൻ ഒഴിച്ചപ്പോൾ ഇടവകയിൽ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ച 2 മക്കളാണ്, ജെറിൻ, റെജിനി. അതുകൊണ്ട് നീനയുടെ മാതാപിതാക്കൾ എനിക്ക് പറയാനുള്ളത്, നല്ലൊരു ചെറുപ്പക്കാരൻ്റെ മക്കളാണ് നിങ്ങൾ. അങ്ങനെ ആ മകളെ ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമാണ് എൻ്റെ ഈ ഒരു 18 ദിവസത്തെ അനുഭവത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ചുരുങ്ങിയ അനുഭവത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. പരിശുദ്ധി അമ്മയുടെ മാതൃശക്തി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ദാമ്പത്യ വിശ്വസ്തയിലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും എന്നും ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന ഉന്നതമായ ദൈവങ്ങളെ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും ഈ ദമ്പതികളെ സഹായിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണമെന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് നിത്യഭാഗ്യം കൽപ്പിച്ചിടണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെറ്റിദ്ധാരണകൾക്ക് വഴിപ്പെടാതെ പരസ്പരം വിശ്വസിക്കുവാനും കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ ഒരുമയോടെ സഹിച്ച് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായി തീർക്കുവാനും ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വധുവായി നാളെ ഈ ഭവനത്തിലേക്ക് വരുന്ന നീനെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും വിലപ്പെട്ടവരായ നല്ല കുഞ്ഞുങ്ങളെ നൽകി ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കാനായിലെ കല്യാണ വിരുന്ന് സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശോനാഥ, നാളെ വിവാഹത്തിലാകുവാൻ പോകുന്ന ജെറിനെയും മീനയെയും അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിലവനായ മാറേസപ്പയും ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയം സകല വിശുദ്ധരെ, ഇവരുടെ പേരിന് കാരണമായിരിക്കുന്ന സ്വർഗീയ വിശുദ്ധരെ, ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷ പങ്കുചേർന്ന കുടുംബാംഗങ്ങളെയും അയൽക്കാരും മറ്റെല്ലാവരും നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ വിശുദ്ധ കുരിശിനാൽ സംരക്ഷിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവും സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക്
street that you're born to. You're not the arms that hold you. You've got 2 feet to 10 toes, but you don't know what you don't know. Some go high, some go low. Keep in mind the places you go. Some get high and some fall low. So keep in mind, keep in mind. Places you go. Places you go. Please, ladies and gentlemen, please put your hands together for a beautiful, very handsome, groom-to-be, Jaren. നല്ലൊരു കൈയ്യടി കൊടുത്തോ എല്ലാവരും for the beautiful തെങ്ങോലിക്കാരെല്ലാം ഒരിക്കൽ കൂടി ഒരു നല്ല കൈയ്യടി കൊടുക്കോ എല്ലാരും എത്തിയെന്ന് അറിയാൻ വേണ്ടിട്ടാ വേറെ ഒന്നല്ല കേട്ടോ ഓക്കെ യെസ് എല്ലാരും എത്തി താങ്ക് യു ആൻഡ് ചെക്കൻ എത്തിച്ചേർന്നു ഇനി ചെക്കൻ്റെ പേരൻസിനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ഒട്ടും സമയം കളയാതെ സ്വാഗതം ചെയ്യുകയാണ് ജോൺ അങ്കിളിനെ റീന ആന്റിയെ ഒരിക്കൽ കൂടി നല്ലൊരു കൈയ്യടി കൊടുത്തുള്ള ലെറ്റ്സ് വെൽക്കം ജോൺ അങ്കിൾ ആൻഡ് റീന ആന്റി ടു ദി സ്റ്റേജ് ആൻഡ് നമ്മുടെ ചോട്ടുനെ പറ്റി പറയുകയാണെങ്കിൽ രചനയെ പറ്റി പറയുകയാണെങ്കിൽ ഓടി നാളെ എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക സോ ആളെ എവിടെ കിട്ടാനില്ല രചനയെ ഒരിക്കൽ കൂടി നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് ലെറ്റ് മീ വെൽക്കം രചന ടു ദി സ്റ്റേജ് അതെങ്കിലും അങ്ങനെയാ ഏതൊരു കല്യാണത്തിനാണെങ്കിലും ചെക്കിനൊന്നും കൈയ്യടി ഉണ്ടാവില്ല ചെക്കിന്റെ ആണുങ്ങൾക്ക് എന്റെ പെങ്ങൾക്കൊക്കെ ആയിരിക്കും കൈയ്യടി വരാം ഓക്കെ യെസ് ജെറിന്റെ ഫാമിലി സ്റ്റേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആൻഡ് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എൻട്രി കൂടി ഉണ്ട് നമ്മുടെ ബ്രൈഡിന്റെ എൻട്രി സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് നീനയുടെ ഫുൾ കസിൻസ് ആൻഡ് ഫാമിലിയുടെ കൂടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്നേഹം കാണിക്കണം ബിക്കോസ് നമ്മൾ ജെറിന്റെ ആൾക്കാരാണ് അല്ലേ സോ നമ്മളെല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടു കൂടി ലെറ്റ്സ് വെൽക്കം നീന ദി ബ്രൈഡ് ടു ബി ടു ദി സ്റ്റേജ് Yes, ladies and gentlemen, please put your hands together for the bride to be, the very beautiful Neena. നമ്മുടെ നീനയുടെ പേരൻസും എത്തിച്ചേർന്നിരിക്കുകയാണ് സണ്ണി അങ്കിൾ സെലീന ആന്റി ആൻഡ് രണ്ട് സിസ്റ്റേഴ്സ് നിഷ ചേച്ചി ആൻഡ് ജേസൺ ചേട്ടൻ ആൻഡ് അവരുടെ രണ്ട് കുഞ്ഞുമക്കൾ ഒപ്പം ലിബി ചേച്ചി ആൻഡ് ഷെബിൻ ചേട്ടൻ ആൻഡ് അവരുടെ രണ്ട് കുഞ്ഞുമക്കൾ ഇത്രയും പേര് നീനയുടെ ഫാമിലി മെമ്പേഴ്സ് എത്തിച്ചേർന്നിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ ആൻഡ് നമ്മൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ മധുരം വെപ്പ് ഫംഗ്ഷനിലേക്ക് കടക്കുകയാണ് മധുരം വെക്കാനുള്ള അവകാശികളെ ഞാൻ ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ലെറ്റ് മീ വെൽക്കം
Miss Sabida and Binish to the stage. നമ്മുടെ മധുരം വെക്കാനുള്ള അവകാശികൾ സബിത ആൻഡ് ബിനീഷ് രണ്ടുപേരും നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് ലെറ്റ്സ് വെൽക്കം ദം ടു ദി സ്റ്റേജ്. എനിക്ക് തോന്നുന്നു മധുരം വെപ്പിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇവർക്ക് അറിയാൻ തോന്നുന്നു. അറിയത്തില്ല അല്ലേ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അതെല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കുറച്ച് എക്സ്ട്രാ കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട്, കുറച്ചൊരു സ്വീറ്റ് ആയിട്ട് നമ്മൾ ഒന്ന് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ തനത് ക്രിസ്ത്യൻ പാരമ്പര്യം അനുസരിച്ച് മധുരം വെക്കുന്ന അവകാശികൾ രണ്ടുപേരും ആദ്യം ചെക്കന് കൊളംബിയയിൽ വെള്ളം എടുത്ത് കൊടുത്ത് അത് യെസ് അത് തന്നെ ഇപ്പൊ എല്ലാവർക്കും ആ ഒരു സ്പിരിറ്റ് വന്നു. എനിക്ക് ഞാനത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് പറഞ്ഞത്. ഓക്കെ, സംഭവം അതെല്ലാം മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. എന്നിട്ട് 3 പ്രാവശ്യം ചോദിക്കണം. ഓക്കെ, റെഡി? ആൻഡ് പേരൻസ് ഈ സൈഡിലേക്ക് നിൽക്കും, ആൻറ്റി ഈ സൈഡിലോട്ട്. ഓക്കെ, നമ്മുടെ മധുരം വെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് റെഡിയാണോ? എന്നാൽ നല്ലൊരു കൈ തരുമോ പ്ലീസ്? യെസ്, ചെക്കിന്റെ വായിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ചെക്കൻ്റെ വിചാരം ഇത് അഭിനയമായിരുന്നു, വെള്ളമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ശരിക്കും ഞങ്ങൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. ഇനി നമ്മൾ 3 പ്രാവശ്യം ചോദിക്കും. ബിനീഷേട്ടാ, നമുക്ക് ചോദിക്കാം. രണ്ടുപേരും കൂടെ ചോദിച്ചോളൂ. ചോദിക്കുമ്പോ എന്താ പറയുന്നത്? വേണ്ടെന്ന് പറയോ? അങ്ങനെയല്ല, കേട്ടില്ല എന്ന് പറയും. അതാ. ഓക്കെ, യെസ്, ഓവർ ടു യു. മധുരം വെക്കട്ടെ, മധുരം വെക്കട്ടെ, മധുരം വെക്കട്ടെ. കേട്ടോ? കേട്ടു. ഇനി മധുരം വെച്ചു. യെസ്, നമ്മുടെ ജെറിന് മധുരം വെക്കാനുള്ള അവകാശങ്ങൾ സബീന ചേച്ചി ബിനീഷ് ചേട്ടനും അവരൊരുമിച്ച് മധുരം വെക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കുക എല്ലാവരും. ഫോർ ദിസ് വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ്. ക്രിസ്ത്യൻ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ കല്യാണത്തിന് മുന്നേ നാട്ടുകാരും അയൽപക്കക്കാരും മറ്റു ബന്ധുമിത്രാദികൾ എല്ലാവരും ചേർന്ന് നമ്മുടെ സന്തോഷം പങ്കിടുന്ന ഒരു ചടങ്ങാണ് മധുരം വെപ്പ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. ഓക്കെ, ആ ഒരു വെരി ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് ജെറിന്റെ പേരൻസ് രണ്ടുപേരുമാണ് മധുരം വെക്കുന്നത്. ജോൺ അങ്കിളും റീന ആന്റിയും മധുരം വെക്കുന്നു. ഒരു നല്ല കൈഡി കൊടുക്കാം എല്ലാവരും. ഇനി ഞാൻ ചോദിക്കില്ല, ഇത്രയും കൂടി ഉള്ളൂ. യെസ്, താങ്ക് യു. അയ്യോടാ, നമ്മൾ ചൂട്ടു അടുത്തായിട്ട് മധുരം കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം മധുരം കൊടുത്തതിന് ശേഷം ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് റജിൻ ജെറിനെ പറ്റി 2 വാക്ക് സംസാരിക്കുകയും 2 നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഓ അയ്യോടാ, ജെറിനെ പറ്റി 2 വാക്കുകൾ പറയാനാണെങ്കിൽ തികയില്ല. കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് 2 വാക്ക് മൊത്തം പറയാനാണെങ്കിൽ പിന്നെ പിടിക്കാം. ജെറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചേട്ടനുപരി എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഞങ്ങൾ വലിയ ഏജ് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം ഞങ്ങൾ നടന്നതും സ്കൂളിൽ പോയതും എല്ലാം ഒരുമിച്ചായിരുന്നു. സിമ്പിളാണ്, പവർഫുൾ, അത്ര വിളിക്കാണ്, അടിപൊളിയാണ് അല്ലേ? എനിക്ക് കല്യാണ ഉദ്ദേശം സത്യം പറഞ്ഞാല് നമ്മളൊരു കാര്യം ചെയ്താൽ നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. ഞാനല്ലേ അതിനെപ്പറ്റി ശിശുവാണല്ലോ. അപ്പൊ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, എന്നും ഇവരുടെ മുഖത്തേക്ക് കാണുന്ന ശരി എന്നും ഉണ്ടാകട്ടെ. അതേപോലെ എനിക്ക് പറയാനുള്ളത് അല്ലേ? എനിക്ക് കൈ പോരാട്ടോ. കുറച്ച് സിംപ്ലിസിറ്റിയും കുറച്ച് പ്രേമത്തിലെ ഡയലോഗും ഒക്കെ ഇട്ട് അവൻ എസ്കേപ്പ് ആയി, രക്ഷപ്പെട്ടു. ഓക്കെ, റജിന് നല്ല കൈഡിയവർക്ക് കൂടെ കൊടുക്കോ? യെസ്. അങ്ങനെ റജിന്റെ ഫാമിലി മെമ്പേഴ്സ്, റജിന്റെ പപ്പയും മമ്മിയും ജെറിന്റെ ഫാമിലി മെമ്പേഴ്സ് റജിനും മധുരം വെച്ചു. അതിനുശേഷം നമ്മുടെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗസ്റ്റ്, ഇന്ന് നീന ഞങ്ങൾക്ക് ഗസ്റ്റാണ്. യു ആർ ദ പ്രിൻസസ് ടുഡേ. ഓക്കെ, സോ അടുത്തതായിട്ട് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ബ്രൈഡ് ടു ബി നീനയായിരിക്കും ജെറിന് മധുരം കൊടുക്കുന്നത്. സോ നല്ലൊരു കൈഡി കൊടുത്തുള്ള ലെറ്റ്സ് വെൽക്കം നീന ടു ദ സ്റ്റേജ്. നമ്മുടെ ബ്രൈഡ് ടു ബി, ദ പ്രിറ്റിയസ്റ്റ് ബ്രൈഡ് ടു ബി, ലെറ്റ് മീ വെൽക്കം ഹർ ടു ദ സ്റ്റേജ്. യെസ്, അതിവിടെ കൈ ക്ഷീണിച്ചോ എല്ലാവരും? നീന അടുത്തതായിട്ട് ജെറിന് മധുരം കൊടുക്കുന്നതാണ്. ആൻഡ് ജെറിൻ പ്ലീസ് നീനയ്ക്ക് കൊടുക്കാം.
മധുരം വെപ്പിന്റെ കേക്ക് മുറിക്കുകയാണ്. Ladies and gentlemen, please put your hands together for this lovely couple, Jaren and Neena. They are starting a new life day after tomorrow. നാളെ കഴിഞ്ഞ് അവർ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് ഒരുമിച്ച്. ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ട് ആൻഡ് ഒരുപാട് സ്നേഹത്തോടു കൂടി ഒത്തിരി കാലം ജീവിക്കാനാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഈ ഒരു മൊമെന്റിൽ ആശംസിക്കാം. ആൻഡ് they are sharing their happiness each other. ഒരിക്കൽ കൂടി നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് let's celebrate this moment of Jaren and Neena. आजा तेरिया दुआवां लगियां रब तो मैं अज भी लड़ियां. आजा तेरिया दुआवां लगियां रब तो मैं अज भी लड़ियां. साडी गली आजा सानू जान वालिए, साडी गली आजा सानू जान वालिए, साडी गली आजा सानू जान वालिए. तेनू होगा मारदा फेरा साडी गली आजा सानू जान वालिए, साडी गली आजा सानू जान वालिए, साडी गली आजा सानू जान वालिए. तेनू होगा मारदा फेरा एक बारी आजा दूर जान वालिए, एक बारी आजा दूर जान वालिए. तेनू हो का मारदा फेरा, तेनू हो का मारदा फेरा, ओ तेनू हो का मारदा फेरा. लगदी तू क्यों दूर दा ख्वाब, लगदी तू क्यों दूर दा ख्वाब. अखियां चो वग पया दिल में लगाना तेरे नाम, दिल में लगाना तेरे नाम. रूह नू वसा जा सीने लाउण वाली है, एक बारी आजा दूर जान वाली है. तेनू हो का मारदा फेरा, तेनू हो का मारदा फेरा, ओ तेनू हो का
पानी दा रंग वेख के पानी दा रंग वेख के पानी दा रंग वेख के अखियां चो अंजूर उड़दे अखियां चो अंजूर उड़दे माहिया ना आया मेरा माहिया ना आया माहिया ना आया मेरा माहिया ना आया रांझना ना आया मेरा माहिया ना आया माहिया ना आया मेरा रांझना ना आया अखां दा नूर वेख के अखां दा नूर वेख के अखियां जो अंजूर उड़दे अखियां जो अंजूर उड़दे अखियां जो अंजूर उड़दे कमली हो गई तेरे बिना जा रांझण मेरे कमली हो गई तेरे बिना जा रांझण मेरे बारिश बरखा सब कुछ बह गई आया नी जिंद मेरे बारिश बरखा सब कुछ बह गई आया नी जिंद मेरे अखां दा नूर वेख के अखां दा नूर वेख के अखियां चो अंजूर उड़दे अखियां चो अंजूर उड़दे अखियां चो अंजूर उड़दे कोठे उत्ते बह के अखियां मिलाउंदे ना जाना हमें तू कभी छोड़ तेरे उत्ते मरदा प्यार तैनू करदा मिलेगा तुझे ना कोई और तू भी आ सबको छोड़ के तू भी आ सबको छोड़ के मेरी अखियां जो अंजूर उड़दे अखियां जो अंजूर उड़दे पानी दा रंग वेख के पानी दा रंग वेख के पानी दा रंग वेख के अखियां जो अंजूर उड़दे ഓക്കെ വിജയ് over to you. എന്താ പറയാനുള്ളത് എന്താ ചേർന്ന പറ്റിട്ട് പ്രത്യേകിച്ചൊന്നും കുഴപ്പമില്ല ചെറിയ ആള് ഏറ്റവും നല്ലവനാ ഏറ്റവും എന്താ സ്നേഹമുള്ളവനാ ആൻഡ് എന്താ എന്തിനും ഏതിനും ഏതിനും അത്രയും ഇതായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച അത്രയും നാളുകൾ ശ്രദ്ധിക്കുക എല്ലാ പരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട കണ്ണാടം കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ കൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം പിന്നെ ജീവ
അമ്മ നർസി നല്ലൊരു കൈഡി കൊടുക്കാം. എനിക്ക് വേറെ ഒന്നും ചോദിക്കാറില്ല. റെജിന്റെ പല പരിപാടികളും ഞാൻ ടൂറിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നന്നായിട്ട് ഡാൻസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഡാൻസ് പഠിക്കുന്ന ഭാഗമായി ഞാൻ ചെയ്യുന്നത് ഒരിക്കൽ ഞാൻ സത്യത്തിൽ ഡാൻസ് പഠിക്കാറുണ്ട് കളിക്കാറ്. അന്ന് എൻ്റെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞു ഡാൻസ് പഠിക്കാൻ പോകണം. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു അങ്കിൾ പറഞ്ഞു മെയ്വഴക്കത്തിന് ഭരതനാട്യ ബെസ്റ്റുണ്ട്. ഞാൻ ചെന്ന് കയറുന്നത് 100 പെണ്ണുകളും ഞാനും. എനിക്ക് എടുത്തു വെച്ചത് ഒരു ചുരിദാറും അരി കിട്ടുന്ന വഴി ആശാനുള്ള സ്ഥാനം വെച്ചുകൊണ്ട് ഞാൻ വിട പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച്. ഇതൊക്കെ നമ്മുടെ നാട്ടിലല്ല, സർവ്വസാധാരണ. അത്രേ ഉള്ളൂ. ഇത് എന്നെ ചേർന്ന് എന്നാണ്ട് ഞാനാണ്ട് കഥയുണ്ട്. താങ്ക് യു. എന്നെ കഴിച്ചത് നന്ദി. താങ്ക് യു. സരള മോളെ മുൻപിന്റെ കരളെ എന്തിന് വന്നു നീ? അത് പിന്നെ ചേട്ടാ വീട്ടിൽ തനിച്ച കൂട്ടിന് വരുമോ നീ? സരള മോളെ എന്തിന് വന്നു നീ? അത് പിന്നെ ചേട്ടാ കൂട്ടിന് വരുമോ നീ? കുട്ടിലിന്റെ തത്തപ്പൊല്ലം വീട്ടിനുള്ളിൽ ലോക്കായി തത്രകാലം പോക്കായി വല്ലാത്ത ഷോക്കായി ലൈഫ് മുതൽ ബ്ലോക്കായി സ്വപ്നങ്ങൾ സ്മോക്കായി മൈൻഡിലാകെ കുറച്ച് മാത്രം നോൺ സ്റ്റോപ്പായി. ഞാൻ സിംഗിളാണ്, റെഡ് വിംഗിളാണ്, നിന്നെ കണ്ട മാത്രം ഐസ് ട്വിങ്കിളാണ്, ഉള്ളിൽ വിംഗിളാണ്, വെറുതെ നിങ്ങളാണ്, നീ വന്ന് കൂട്ടു വിളിച്ചാൽ വിംഗിളാണ്. കാത്തിരുന്ന് പാതിരാത്രി മണിയടിക്കും 12 ഡിങ് ഡോങ് ഡിങ് ഐ വിൽ റിംഗ് യുവർ ബെൽ. കരൾ പോലെ വന്ന് എന്റെ അരികിലോട്ട് മിൽ, പറയാനുള്ള കാര്യം പതിയെ കാതിലോട്ട് ചൊൽ. സരള മോളെ മുന്നിന്റെ കരളെ എന്തിന് വന്നു നീ? അത് പിന്നെ ചേട്ടാ വീട്ടിൽ തനിച്ച കൂട്ടിന് വരുമോ നീ? സരള മോളെ എന്തിന് വന്നു നീ? അത് പിന്നെ ചേട്ടാ കൂട്ടിന് വരുമോ നീ? ടിക്ടോക്ക് വെച്ച് മതിൽ ചാടി പടവ് കയറി ഡിങ് ഡോങ് വെല്ലടിച്ച് വരവ് കാത്ത് കുളിര് കയറി സരളയുടെ മോളെത്തി കഥ ഇങ്ങനെ പിന്നിന്ന് കണ്ണൊന്ന് വായിച്ച് ചോദിച്ചു. ചേട്ടന്റെ കണ്ണിൽ
പടയ ചിമ്മലരെ പരിപാടി 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 മോനെ പരിപാടി പരിപാടി ഇതുലാണ് ട്രോൾ ബോയ് ഇവിടെ പാടി ഹെൽ ബോയ് അവിടെ ചെന്നാൽ ഞാൻ നീയും നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ ബോയ് ഞാൻ വാമ്പയർ ഇവിടെ ബോൺഫയർ ചിൽ ഗെറ്റ് യു ഫോർ റിയൽ ഞാൻ ത്രീ പേര ഞാൻ വാമ്പയർ ഇവിടെ ബോൺഫയർ യോ ചിൽ ഗെറ്റ് യു ഫോർ റിയൽ ചാത്തൻ മർവാദിയ പൂമുന ഡ്രാക്കുള തർത്തുനി വെക്കുന്ന തീച്ചുള മാടനും മറുതയും പൂസില്ല ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചില ഇത്രയും പ്രേതത്തെ ഒരുമിച്ച് കണ്ടത് കടമറ്റ തച്ചന്റെ പാട്ടില ഞാൻ ഒത്തിരി കപ്പലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, നീന ഒരു ഇങ്ങനെ ചെയ്യണം, നീനക്ക് അങ്ങനെ തോന്നണം, നീനക്ക് സർപ്രൈസ് ആവണം, നീന ഹാപ്പി ആവണം, എനിക്ക് നീനക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ജെറിൻ. പ്ലീസ് നീന സീരിയസ്ലി ഓക്കെ യെസ് ജെറിൻ നല്ല കൈ കൊടുക്കും. അപ്പോൾ ഇത്രയും നല്ലൊരു ചെക്കനെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ സോ നീനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെയിം. ഓക്കെ ചെറിയൊരു ഗെയിമോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒന്നും തലവോളം ഞാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ സോ അതിന് വേണ്ടിയിട്ട് രജൻ അവിടെ രജൻ ഐ നീഡ് യു ഹിയർ ചോട്ട് മുങ്ങിയോ? ഓക്കെ സോ ആരെങ്കിലും യെസ് ഞാൻ ജെറിന്റെ കണ്ണ് ആദ്യം തന്നെ മൂടി കെട്ടുകയാണ്. ഓക്കെ ജെറിൻ പ്ലീസ്. ജെറിന്റെ കണ്ണ് ആദ്യം മൂടി കെട്ടുന്നു. അതിനുശേഷമാണ് നമ്മൾ ഗെയിമിൽ എന്തൊക്കെ ചെയ്യാൻ പോവാ, ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പറയില്ല. സോ വൺ ഓഫ് ദ കസിൻസ് പ്ലീസ് ഒന്നെങ്കിൽ വരുമോ, ജെറിന്റെ കണ്ണൊന്ന് മൂടി കെട്ടി തരുമോ? നമ്മുടെ ജെറിന്റെ കണ്ണ് നമ്മൾ മൂടി കിട്ടി. ആൻഡ് ജെറിന് അറിയത്തില്ല സ്റ്റേജിൽ ഏതൊക്കെ ലേഡീസാണ് നിൽക്കുന്നുള്ളതെന്ന്, അല്ലേ? അറിയത്തില്ലല്ലോ. സെക്കൻഡ് റെഡിയാണ്, കണ്ണൊക്കെ മൂടി കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ 10 ലേഡീസ്, വിവിധ പ്രായ ഗ്രൂപ്പിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള 10 ലേഡീസ്. അമ്മച്ചിയുണ്ട്, ഓക്കെ, ചുറ്റുപെണ്ണുണ്ട്, എല്ലാവരും ഉണ്ട്, സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇവർ ഓരോരുത്തരും ഞാനൊരു സൗണ്ട് കൊടുക്കും. ആ സൗണ്ട് തന്നെ ഇവർ ഓരോരുത്തരും റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ ഇതാണ് സൗണ്ട്. അതായത് ഓഹോയ് എന്ന് പറയണം, ഓഹോയ് എന്ന് പറയണം. ഇവർ ഓരോരുത്തരും ഓഹോയ് എന്ന് പറയും. ആൻഡ് അതിന് ഏത് ഓഹോയാണ് നീനയുടെ ഓഹോയ് എന്ന് ജെറിൻ സൗണ്ട് കണ്ടുപിടിക്കണം. ജെറിൻ മനസ്സിലായോ? ഞാൻ എന്താ നമ്മൾ പറയുന്നത്? ഓഹോയ് എന്ന് പറയും, ഓഹോയ് എന്ന് നിങ്ങൾ പറയണം. ആൻഡ് അതിൽ നിന്ന് പെണ്ണ് ഏതാണെന്ന് ജെറിൻ കണ്ടുപിടിക്കും. റെഡി? ജെറിൻ റെഡിയാണോ? റെഡിയാണോ? ഓക്കെ ഞാൻ മൈക്ക് കൊടുക്കും ഓരോരുത്തർക്ക്. ഇതിൽ പെണ്ണ് ഏതാ എന്ന് പറയണം. ഓക്കെ യെസ്. സ്റ്റേജിൽ വന്ന് നിൽക്കുന്നോ? വേണ്ട. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ജെറിന് ടെൻഷൻ അടിക്കുന്നു കേട്ടോ. ഫസ്റ്റ് വൺ എന്താ സൗണ്ട് പറയുന്നത്? ഓഹോയ്. ഓക്കെ എന്തോ സ്ലോ ആയിട്ട് ഓക്കെ ചാൻസ് തരും. ഒന്നുകൂടെ പറഞ്ഞോ, കുറച്ച് സൗണ്ടില്. ഓഹോയ് ആണോ ചേട്ടാ? ഈ ഓഹോയ് ആണോ ഓഹോയ്? അതല്ല. ഓക്കെ അല്ല ഓഹോയ്. ആ പാവ ഓഹോയ് ആണോ? അത് ഒന്നുകൂടി ഓഹോയ്. അതൊന്നും പറ്റുന്നില്ല കേട്ടോ. അല്ല അത്ര പാവല്ലേ. ഓഹോയ് അതെന്താ? എന്തോ? ഒറിജിനൽ വോയിസ്? ഒറിജിനൽ അല്ലടാ.
ചേട്ടാ ഒന്ന് ഡൗൺ ആക്കോ, കേൾക്കുന്നില്ല. 3 ചാൻസ് ഒക്കെ ഉള്ളൂ. വിഷയമാ. ഓക്കെ, നെക്സ്റ്റ്. ചേട്ടാ മോശാട്ടോ. ഒന്നുകൂടി. ഒറിജിനൽ സൗണ്ടിൽ പറയണോ? ഒറിജിനൽ സൗണ്ടിൽ പറയൂ. യെസ്, എത്രയൊക്കെ ഉള്ളൂ. അതാ ഒറിജിനൽ സൗണ്ട്. അല്ല അത് തന്നെ. മറ്റേ നമ്മുടെ റീലൊക്കെ കാണുന്ന പോലെ ഓടി ഒന്നും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കണോ? എന്നിട്ട് കണ്ണു തുറന്ന് നോക്കിയാൽ മതിയോ? വേണ്ട. ഓക്കെ, ഒന്നുകൂടെ കേറിയോ ചേട്ടാ? ഓക്കെ, അത് തന്നെയല്ലേ? ഒന്നുകൂടി. ഇല്ല, അതേ ആള് തന്നെ. ആള് മാറിയിട്ടൊന്നുമില്ല. എല്ലാം കൂടെ. നെക്സ്റ്റ്. ഒന്നുകൂടി. വാവ്, സത്യം. എന്താ ഒന്നുകൂടിയേ? എന്റെ പൊന്നെ, ഇനി കണ്ണു തുറന്നോ? രജ ഒന്ന് കണ്ണു തുറന്ന് കൊടുക്കടാ. ഓഹോയ് ഒന്നോട് പറഞ്ഞേ. സത്യം. ഇനി വേണേ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. അയ്യോ, നന്നായിട്ട്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഈ ഓയിലൊക്കെ വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് കിട്ടി. കൺഗ്രാറ്റ്സ്, അടിപൊളി. ഓക്കെ, നല്ലൊരു കൈയ്യോടെ പോയും. जिंदगी है कितनी हंसी है फिर भी कहीं अजब तन्हाई कैसी है वीरानियां चुपके से ये मुझसे कहे अगन दिल की सुलग जाने दे कैसी है वीरानियां तू ही है सुकून मेरा तू ही है कयाम वे घर जो सवार दे तू बरस गयाब वे कभी तो दरार दिल की पाएगी दरिया हो जिसे ढूंढता सदियों से करे इंतजार जिंदगी है कितनी हंसी है फिर भी कहीं अजब तन्हाई कैसी है वीरानियां चुपके से ये मुझसे कहे अगन दिल की सुलग जाने दे कैसी है वीरानियां कह दूं मैं ये बिन कही बातें यूं सुन लेना ये दिल की सदा ഗുജറാത്തി കാതള കെട്ടിയ മലയാളി പെണ്ണാണു നീ പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ ഈ കൊലുസിന് തഞ്ചം പോരടി പഞ്ചാരം
മിസ് സിൽജി. നമുക്ക് ഇന്ന് ആങ്കർ ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്ത സിൽജി. വളരെയധികം നന്ദി.